പ്രിയമുള്ളവരെ, ഇന്ന് വലിയ നോമ്പിൽ 18-ാം ദിനം. ഒരിക്കൽ ഒരു ഇൻ്റർവ്യൂവിൽ രത്തൻ ടാറ്റയോട് ചോദിച്ച ചോദ്യം ഇതായിരുന്നു: ജീവിതത്തിലെ ഏറ്റവും സന്തോഷകരമായ നിമിഷങ്ങളെപ്പറ്റി ഒന്ന് പറയാമോ? രത്തൻ ടാറ്റ പറഞ്ഞു, ഞാൻ ജീവിതത്തിൽ സന്തോഷത്തിൻ്റെ 4 ഘട്ടങ്ങളിലൂടെ കടന്നുപോയിട്ടുണ്ട്. അവസാനം സന്തോഷത്തിൻ്റെ അർത്ഥം എന്താണെന്ന് എനിക്ക് മനസ്സിലായി. ആദ്യത്തെ ഘട്ടം ധനവും പണവും സമ്പാദിക്കുക എന്നുള്ളതായിരുന്നു. വിലപിടിപ്പുള്ള സാധന സാമഗ്രികൾ വാങ്ങിക്കുക എന്നതായിരുന്നു രണ്ടാമത്തെ ഘട്ടം. മൂന്നാമത്തെ ഘട്ടം വലിയ വലിയ പ്രോജക്റ്റുകൾ ചെയ്യുക എന്നുള്ളതായിരുന്നു. ഇന്ത്യയിലെയും ആഫ്രിക്കയിലെയും 95% ഡീസൽ വിതരണവും ഏഷ്യയിലെ ഏറ്റവും വലിയ സ്റ്റീൽ ഫാക്ടറിയും ഞങ്ങൾക്ക് സ്വന്തം. എന്നാൽ ഇവിടെയൊന്നും ഞാൻ ഉദ്ദേശിച്ച ഒരു സന്തോഷം എനിക്ക് കിട്ടിയില്ല. 4-ാമത്തെ ഘട്ടത്തിൽ എൻ്റെ ഒരു സുഹൃത്ത് ഭിന്നശേഷിക്കാരായ കുട്ടികൾക്ക് 200 വീൽ ചെയറുകൾ വാങ്ങിക്കൊടുക്കുവാൻ എന്നോട് ആവശ്യപ്പെട്ടു. ഞാനത് നൽകി. എന്നാൽ ആ കൂട്ടുകാരൻ ഈ വീൽ ചെയറുകൾ കൈമാറാൻ ഞാൻ തന്നെ ചെല്ലണമെന്ന് നിർബന്ധിച്ചു. അങ്ങനെ അത് കൊടുക്കാൻ ഞാനും കൂടെ പോയി. എല്ലാ കുട്ടികൾക്കും എൻ്റെ കൈകൊണ്ട് തന്നെ വീൽ ചെയറുകൾ സമ്മാനിച്ചു. അവാച്യമായ ഒരു സന്തോഷം ആ കുട്ടികളുടെ മുഖത്ത് ഞാൻ കണ്ടു. എൻ്റെ ഉള്ളിലും എന്തെന്നില്ലാത്ത ഒരു സന്തോഷം അനുഭവപ്പെട്ടു. ഞാൻ തിരിച്ചു പോകാൻ ഒരുങ്ങുമ്പോൾ ഒരു കുട്ടി എൻ്റെ കാലിൽ കയറി പിടിച്ചു. സാവധാനം എൻ്റെ കാലുകൾ ഞാനൊന്ന് വിടുവിക്കാൻ ശ്രമിച്ചു. എന്നാൽ ആ കുട്ടി എൻ്റെ മുഖത്തേക്ക് നോക്കി കൂടുതൽ ശക്തിയോടെ കാൽ അമർത്തിപ്പിടിച്ചു. കുട്ടി എന്തോ ആവശ്യപ്പെടുന്നുണ്ട് എന്ന് കരുതി ഞാൻ ചോദിച്ചു, ഇനി എന്തെങ്കിലും വേണോ? എന്നാൽ ആ കുട്ടിയുടെ മറുപടി ജീവിതത്തെക്കുറിച്ചുള്ള എൻ്റെ കാഴ്ചപ്പാടുകൾ മാറ്റിമറിച്ചു. ആ കുട്ടി ഇപ്രകാരം പറഞ്ഞു: എനിക്ക് അങ്ങയുടെ മുഖം ഓർത്തു വയ്ക്കണം. കാരണം ഞാൻ മരിച്ചു കഴിഞ്ഞ് സ്വർഗത്തിലെത്തുമ്പോൾ അങ്ങയെ തിരിച്ചറിയണം. എന്നിട്ട് വീണ്ടും അങ്ങയോട് നന്ദി പറയണം. സന്തോഷത്തിൻ്റെ അടിസ്ഥാന ശിലകൾ എന്ന് പറയുന്നത് സമ്പത്ത് സ്വരൂപിക്കുന്നതും അധികാരം കൈയാളുന്നതും നാളേക്ക് കൂട്ടിവെക്കുന്നതും മാത്രമല്ല, മറിച്ച് ദൈവം തന്നിട്ടുള്ള അനുഗ്രഹങ്ങളിൽ നിന്ന് ചുറ്റുമുള്ളവരുടെ ജീവിതത്തിൽ പോസിറ്റീവായ പ്രതികരണമുണ്ടാക്കുവാൻ സാധിക്കുന്നതാണ്. പ്രിയമുള്ളവരെ, ഈ നോമ്പുകാലത്തിൽ നമ്മുടെ മുഖങ്ങൾ ഓർത്തുവയ്ക്കുവാൻ ചിലർക്കെങ്കിലും ഇടയാകുന്ന വിധത്തിൽ കരുണയോടെ പെരുമാറുവാൻ നമുക്കും ഇടയാകട്ടെ. സസ്നേഹം, ഈപ്പനച്ചൻ.